ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്ത് സീക്രട്ടാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് അവർ എന്ത് സീക്രട്ടാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. Secret messages from your person right now. Okay, ലാസ്റ്റ് കാർഡ് സോൾ കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ദ ലെസൺസ് ഐ ലേൺ ഫ്രം ദസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ചില ജീവിത പാഠങ്ങൾ അവരറിയാനിടയാക്കിയിരിക്കുന്നുണ്ട്. ആ ആത്മബന്ധം, നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കാനായി ആ വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വ്യക്തി അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. ഓക്കെ, നിങ്ങൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്ന് അവർക്കൊരു കംപ്ലൈൻറ്റ് ഈ ഒരു സമയത്ത് അവർ പറയാണ്. ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ജീവിത പങ്കാളി ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു റൺ എനിമോർ. ഓക്കെ, ഇനി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റ് പാത്തുകൾ ചൂസ് ചെയ്ത് പോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇത്രയും നാളും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപാട് തവണ ഈ വ്യക്തിയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴും ഒക്കെയും ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റേതോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു റണ്ണിങ് എനർജിയിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഓക്കെ, കറക്റ്റായിട്ടുള്ള ടൈമിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവരുടെ ആ ഒരു കഴിവില്ലായ്മ എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അത് നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു എന്നവർ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അവർ പല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ അതൊരു സീക്രട്ടായിട്ട് തന്നെയാണ്. അതായത് ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കില്ല. അത് അവർ സീക്രട്ടായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ അറിയുന്നത്. സോ അവർ മനസ്സിലാക്കുന്നിടത്തോളം ഈ വ്യക്തിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളത് അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങളെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില വ്യക്തികളോട് എതിർത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട്, ചില വ്യക്തിബന്ധങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തത് കൊണ്ടൊക്കെയും ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. ഓക്കെ, പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല അതിന് ഔട്ട്കം ഉണ്ടായിരിക്കുന്നത്. അതായത് അവർ ചിലപ്പോൾ ഇത് സീക്രട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയോ അവർ ആഗ്രഹിക്കാത്ത അവരുടെ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം അവർ അറിയാനിടയായി. അങ്ങനെ ആ ഒരു അവരുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലുള്ള മാറ്റം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു. അതായത് അവർ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല
എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അവർ വിചാരിച്ച ഒരു ഔട്ട്കം അല്ല ഈ റിലേഷൻഷിപ്പിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു മെനി ഡിഫറൻസസ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ ഏജിലോ, അതുമല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ രണ്ടുപേരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതവർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. രണ്ടുപേരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം രണ്ടുപേരും പരസ്പരം കൽപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസെപ്പറബിൾ ആണെന്നാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസരം കൂടിയാണ് ഈ ഒരു സെപ്പറേഷൻ എന്നവർ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമീപ്യം തന്നെയാണ് അവരുടെ തെറ്റായ വശങ്ങളെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സഹായകരമായിട്ടുള്ളത്. അതും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ നേരിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത, അവർ സോൾ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജസ് ആണ് ഈ റീഡിങ്ങിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ക്ലാരിഫിക്കേഷൻ. സീക്രട്ട് മെസ്സേജസ്. ഓക്കെ, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. ഓക്കെ, പലപ്പോഴും അവർ പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നില്ല എന്നുള്ളത് അവർ പറയുകയാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ഒരുപാട് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഇപ്പോഴും പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനുണ്ട്, പരസ്പരം ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നവർ വ്യക്തമാക്കുകയാണ്. പലരും പല കാര്യങ്ങളും അൺഫിനിഷ്ഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ബീയിങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളിൽ നിന്നും അകന്നു മാറിയപ്പോഴാണ് പല കാര്യങ്ങൾക്കും അവരുടെ ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നവർ തിരിച്ചറിയാനിടയായത് എന്ന് തന്നെയാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. അതായത് നിങ്ങളെ അടുത്തുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ. ഇനി നിങ്ങളെ വിട്ട് മറ്റൊരു കാര്യത്തിന് പിന്നാലെയും പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഓക്കെ, ഇനി ഒരിക്കലും ഇത്തരം തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കരുത് എന്നിപ്പോൾ തീർത്തും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പെഷ്യൽ മെസ്സേജസ് ആൻഡ് സീക്രട്ട് മെസ്സേജസ് ഫോർ യു. അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി പറയാം. ഈ വ്യക്തി ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കാം. അതുപോലെ കൂളാവുന്നൊരു വ്യക്തിയുമാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് വളരെ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്, ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ചില ബാഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില ഹാബിറ്റ്സുകളൊക്കെ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ജനുവരി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, മാർച്ച് ആൻഡ് മെയ്, ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് റീയൂണിയൻ. ഓക്കെ, ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് അടുത്ത് തന്നെ ഒരു റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആയില്യം, പൂരം, മകം, ഉത്രം, അശ്വതി, തൃക്കേട്ട, പൂരാടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട്. ഒക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.